അറബ് രാജ്യങ്ങളെ ഇനി ഇറാൻ ആക്രമിക്കില്ല. അതിൻ്റെ അർത്ഥം ഇസ്രായേലിനെ ഇറാൻ ചങ്ങലിൽ തളച്ചു എന്നുള്ളതാണ്. എന്താണ് ഇതിൻ്റെ വിശദീകരണം എന്നുള്ള കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. ഇസ്രായേലിനെക്കുറിച്ച് കൃത്യമായ രീതിയിൽ പഠിക്കാനും മനസ്സിലാക്കാനും ഉണ്ട്. അപൂർവമായിരിക്കുന്ന രാജ്യങ്ങൾക്ക് മാത്രമേ ഇപ്പോഴും ഇസ്രായേലിനെക്കുറിച്ചും അമേരിക്കയെക്കുറിച്ചും അറിയൂ. അതറിയുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ഇറാൻ എന്ന് പറയുന്നത്. ഇറാഖിനും ഏറെക്കുറെ അറിയാം, വൈകിട്ടാണെങ്കിൽ പോലും. അവർ വൈകിട്ടുണ്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണെങ്കിലും ഏറെക്കുറെ അറിയാം എന്ന് പറയാൻ വേണ്ടി പറ്റും. വളരെ പെട്ടെന്ന് അപ്രതീക്ഷിതമായ രീതിയിൽ ഇറാൻ്റെ ഭാഗത്ത് ഇറാൻ്റെ പ്രസിഡന്റ് മസൂദ് പെഷഷ്കിയാനാണ് ഒരു പ്രഖ്യാപനം നടത്തുന്നത്. തങ്ങൾ ഇനി അറബ് രാജ്യത്തെ ആക്രമിക്കില്ല, തിരിച്ചിങ്ങോട്ട് ആക്രമിക്കുകയാണെങ്കിൽ മാത്രമേ അത് ചെയ്യൂ. അവരുമായിട്ട് സൗഹൃദം തങ്ങൾ ആഗ്രഹിക്കുന്നു, തെറ്റ് പറ്റിയിട്ടുണ്ട്, മാപ്പ് പറയുന്നു. അതിൻ്റേതായ രീതിയിലാണ് ആ കാര്യങ്ങളൊക്കെ പറയുന്നത്. അതിനെ പൂർണ്ണ രീതിയിൽ ഉൾക്കൊള്ളുകയും വലിയ രീതിയിലുള്ള സന്തോഷം ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അറബ് രാജ്യങ്ങൾ പ്രകടിപ്പിക്കുകയും ചെയ്തു. ഇത്രയും ദിവസത്തെ ശക്തമായിരിക്കുന്ന ആക്രമണം ഉണ്ടായി. അത് പെട്രോളിയത്തെ ബാധിച്ചു, കയറ്റുമതി ഇറക്കുമതിയെ ബാധിച്ചു, യാത്രാ സംബന്ധമായിരിക്കുന്ന മേഖലയെ ബാധിച്ചു, പ്രവാസികളെ മൊത്തം ബാധിച്ചു. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ പോലും അറേബ്യൻ രാജ്യം എന്ത് ചെയ്തിട്ടില്ല, തിരിച്ചടിച്ചിട്ടില്ല ഇറാനെ. അതൊരു രസതന്ത്രം തന്നെയാണ്. അത്ര പെട്ടെന്ന് സാധാരണഗതി ഒരു രാജ്യത്തെ ആക്രമിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇസ്രായേലിനോടും അമേരിക്കയോടും സഹായം തേടിയിട്ട് സംയുക്തമായി തിരിച്ചടിക്കാം, അതല്ലെങ്കിൽ ഒറ്റക്കായിട്ട് ചെയ്യാം. അങ്ങനത്തെ സംവിധാനങ്ങൾ സൗദി അറേബ്യയൊക്കെ വലിയ സൈനിക ശക്തിയുള്ള രാജ്യം തന്നെയാണ്. അവരാരും അത് ചെയ്തിട്ടില്ല. അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ യുദ്ധത്തെ നിരീക്ഷിക്കുകയായിരുന്നു അറബ് രാജ്യങ്ങൾ. ഏറ്റവും ഒടുവിൽ അവർക്ക് മനസ്സിലാകുന്ന കാര്യം, അത് 4-5 ദിവസം കഴിഞ്ഞ ശേഷം അവർക്ക് മനസ്സിലാകുന്ന കാര്യം, ഇത് ഇറാൻ തന്നെ അല്ല, ഇറാൻ്റെ പിന്നിൽ മറ്റാരോ കളിക്കുന്നുണ്ട്. ആ കളിയാണ് പലതരത്തിലും തങ്ങൾക്കത് പ്രതിഫലിക്കുന്നത് എന്നുള്ള ഒരു ബോധ്യം അറബ് രാജ്യങ്ങൾക്കുണ്ടായി. അത് ബോധ്യം ഉണ്ടാകാൻ കാരണം അസർബൈജാൻ, തുർക്കി, അറാംകോ എന്ന് പറയുന്ന സൗദി അറേബ്യയിലെ റിഫൈനറി, ഈ 3 ആക്രമണവും തങ്ങളല്ല എന്ന് ഇറാൻ പറയുന്നു. അങ്ങനെയാണെങ്കിൽ പിന്നെ ഒരാൾ വേണമല്ലോ, അതാളെക്കുറിച്ചുള്ള അന്വേഷണമാണ്. അത് ഇസ്രായേലിലേക്കാണ് പോയെത്തുക. ഏറെക്കുറെ പറയുന്നത് മൊസാദാണെന്ന് പറയും. മൊസാദ് എന്ന് പറയുന്ന സമയത്ത് ഇസ്രായേലിൻ്റെ ഗവൺമെൻറ് തന്നെയാണല്ലോ. അതല്ലാത്ത രീതിയിൽ ഒരിക്കലും അസർബൈജാൻ എന്ന് പറഞ്ഞാൽ അവരുടെ അയൽ രാജ്യമാണ് ഇറാനെ സംബന്ധിച്ചിടത്തോളം. മാത്രമല്ല ഷിയ രാഷ്ട്രം കൂടിയാണ് അസർബൈജാൻ. 3 രാഷ്ട്രമാണ് ഷിയാക്കളുള്ളത്: ഇറാൻ, ഇറാഖ്, അസർബൈജാൻ. തുർക്കി എന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത അയൽ രാജ്യമാണ്, വലിയ സൗഹൃദ ബന്ധമുള്ള രാജ്യമാണ്. പല ഘട്ടങ്ങളിലും പാലസ്തീൻ വിഷയവുമായിട്ട് ബന്ധപ്പെടുന്ന സമയത്ത് ഇറാൻ്റെയും തുർക്കിയുടെയും ശബ്ദം ഒന്നാവാറുണ്ട്. ഇസ്രായേലിനെ വിമർശിക്കുന്ന സമയത്ത് ഏറ്റവും കഠിനമായി വിമർശിക്കപ്പെട്ടതിലൊന്ന് തുർക്കിയുടെ പ്രസിഡന്റ് റജബ് തയ്യിബ് ഉർദുഗാനാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ലോകത്തിലെ ഏക ഭീകരരാജ്യം ഇസ്രായേലാണ്, ആ ഭീകരരാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണ് നിങ്ങൾ എന്ന് ടെലിഫോണിൽ വിളിച്ചുകൊണ്ടാണ് സംസാരിച്ചത്. UN സഭയിലും ഇതേ നിലപാട് തുർക്കി എടുത്തിട്ടുണ്ട്. അങ്ങനത്തെ ഒരു തുർക്കിയെ ഇപ്പോഴത്തെ ഒരു ഘട്ടത്തിൽ ഇറാൻ ആക്രമിക്കില്ല. തുർക്കിയെ ആക്രമിച്ച് തങ്ങളല്ലെന്ന് പറഞ്ഞു, അസർബൈജാൻ ആക്രമിച്ച് തങ്ങളല്ലെന്ന് പറഞ്ഞു. 2 പ്രാവശ്യം സൗദി അറേബ്യയിലെ റിഫൈനറി, അറാംകോ റിഫൈനറിക്ക് നേരെ ആക്രമണം നടത്തിയിട്ടുണ്ട്. മേലെ വെച്ച് പ്രതിരോധിച്ചിട്ടുണ്ടെങ്കിൽ പോലും അത് രണ്ടും ഞങ്ങളല്ല എന്ന് പറഞ്ഞു. സാമ്പത്തിക സ്രോതസ്സിനെ തൊട്ട് ഞങ്ങൾ കളിച്ചിട്ടില്ല, ഞങ്ങൾ അമേരിക്കയെ മാത്രമേ ലക്ഷ്യമാക്കിയിട്ടുള്ളൂ, അവർക്ക് നേരെയാണ് ഞങ്ങൾ ആക്രമണം നടത്തിയത് എന്ന് പറഞ്ഞപ്പോൾ പിന്നെ മാറി ചിന്തിക്കേണ്ടത് അപ്പോൾ ഇത് നടത്തിയത് ആരാണ് എന്നുള്ളതാണ്. അത് നടത്തിയത് എവിടേക്കാണ് അത് പോകുക എന്നുള്ളതൊക്കെ നമുക്ക് വയ്യേ പറയാം. അപ്പോൾ ഈ വിഷയത്തിൽ ഇപ്പോഴത്തെ പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ ഒമാൻ മധ്യസ്ഥത വഹിച്ചു. ഒമാനും ഇവരും തമ്മിൽ വലിയ സൗഹൃദം, വലിയ ബന്ധവുമാണ്. 9 ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം 2025 6 ചർച്ച നടന്നു. 5 ചർച്ച നടന്നു. 6ാം ചർച്ചയോടനുബന്ധിച്ചിട്ടാണ് ഇസ്രായേൽ ആക്രമിക്കുന്നത്. ഇവിടെ പിന്നെ 2ാം ഘട്ടത്തിൽ 2026 ബന്ധപ്പെട്ടിട്ട് 2 ചർച്ച നടന്നു. 3ാമത്തെ ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇസ്രായേൽ ആക്രമിക്കുന്നത്. അപ്പോൾ ഇതിലൊരു മധ്യസ്ഥർ എന്ന് പറഞ്ഞാൽ ഒമാന് ഭയങ്കര വിശ്വാസമാണ് ഇറാന് എന്നതിനാൽ വലിയ സൗഹൃദ രാജ്യമാണ്. അവരാണ് ഈ വിഷയത്തിൽ മധ്യസ്ഥത വഹിച്ചത്. ഫ്രാൻസും ചൈനയും തുർക്കിയും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് സഹകരിക്കണമെന്ന് ഇറാനോട് ആവശ്യപ്പെട്ടു എന്ന റിപ്പോർട്ടും പുറത്തു വരുന്നു. ഹോർമുസ് കടലിടുക്ക് ഇതിന് ബാധകമല്ല, അത് വേറെയാണ്. അതും അറബ് രാജ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതല്ല. അത് തങ്ങൾ അടച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് അവർ ആവർത്തിച്ച് പറയുന്നത്. ആവശ്യക്കാർക്ക് ഞങ്ങൾ തുറന്നു കൊടുക്കും. ആവശ്യക്കാരെന്ന് വെച്ചാൽ ഇറാന് തൃപ്തിയുള്ള, ഇറാനോടൊപ്പം സഹകരിക്കുന്ന രാജ്യങ്ങൾ. അതിൽ ഇന്ത്യയുടെ പേരുണ്ട്, ചൈനയുടെ പേരുണ്ട്, റഷ്യയുടെ പേരുണ്ട്, അങ്ങനെ പോകുന്നു. അവർക്കൊക്കെ തുറന്നു കൊടുക്കും എന്നുള്ളതാണ്. തുറമുഖം അത് ഇറാനിലുള്ളതാണ്. ഇത് ആക്രമിച്ചതോടുകൂടിയാണ് ചില ചിത്രങ്ങളൊക്കെ വ്യക്തമാകുന്നത്. നമുക്കിതിൻ്റെ കഴിഞ്ഞു പോയിരിക്കുന്ന ഒരു കഥയും അതിൻ്റെ ഒരു ചരിത്ര സംഭവം വിശദീകരിക്കുമ്പോൾ ഏറെക്കുറെ
ഈ കാര്യം മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഇറാനും ഇറാഖും യുദ്ധം കൊടുമ്പിരിക്കൊള്ളുന്ന കാലം 980 കാലഘട്ടമാണത്. 979 ഇസ്ലാമിക വിപ്ലവം നടന്നു. ആയത്തുള്ള അലി ഖുമൈനിയുടെ നേതൃത്വത്തിൽ ഭരണ സംവിധാനം അധികാരത്തിൽ വന്നു. 80 ഇറാഖ് ആക്രമിച്ചു, യുദ്ധം തുടങ്ങി. ഒരു രാജ്യത്തിലെ സൈനിക സംവിധാനത്തെ ക്രോഡീകരിച്ചുകൊണ്ട് ഒരു ഏകോപനം ഉണ്ടാക്കാൻ പോലും സാധിക്കാത്ത ആ കാലത്താണ് ഇറാൻ യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെട്ടത്. ആ സമയത്ത് ഇറാഖിൻ്റെ സൈന്യം എന്ന് പറഞ്ഞാൽ സോവിയറ്റ് യൂണിയൻ്റെ ചെമ്പടയോട് താരതമ്യം ചെയ്യുമായിരുന്നു അന്നത്തെ ഇറാഖിൻ്റെ സൈനിക പടയെ. അത്രയ്ക്ക് ശക്തരായിരിക്കുന്ന സൈനിക പട ഇരച്ചു കയറിക്കാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും എന്ന് പോലും അന്നത്തെ ഭരണാധികാരികൾ ചോദിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. പക്ഷെ അവർ പ്രതിരോധിച്ചു, അവർ തടഞ്ഞു നിർത്തി, തിരിച്ച് ആക്രമണം നടത്തി. അതൊക്കെ നമുക്കറിയാവുന്നതാണ്. ഇതിൻ്റെ ഇടയിൽ ഒരു സംഭവം നടക്കുന്നു. ആ സംഭവം നമ്മൾക്ക് ഇപ്പോഴത്തെ സംഭവമായിട്ട് കൂട്ടി വായിക്കേണ്ടതാണ്. 1981 ജൂൺ മാസം 7-ാം തീയതി ഇസ്രായേൽ ഇറാഖിനെ ആക്രമിക്കുന്നു. ഈ ഓപ്പറേഷൻ ഒപ്പേര എന്ന് പേരിട്ട ഇറാഖിൻ്റെ ആണവ കേന്ദ്രം, ആണവ റിയാക്ടർ, ഒസിക് ന്യൂക്ലിയർ റിയാക്ടർ എന്നാണ് പറയുക, ഒസിറക് ന്യൂക്ലിയർ റിയാക്ടർ, ഇതിന് നേരെ ആക്രമണം നടത്തുന്നു. BF-16, BF-15 യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ആക്രമണം നടത്തിയത് അന്നത്തെ ദിവസം. അപ്പോൾ ആക്രമണം നടത്തുക എന്ന് പറയുന്ന സമയത്ത് നേരിട്ട് ആക്രമണം നടത്തിയിട്ടില്ല ഇസ്രായേൽ. പകരം എന്ത് ചെയ്തു? അവർ ഇസ്രായേൽ കടന്നിട്ട് ജോർദാനും സൗദി അറേബ്യയും കഴിഞ്ഞ് ഇറാഖിലേക്ക് എത്തുകയാണ് ചെയ്തത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ നേരിട്ട് ആക്രമിക്കുന്ന സമയത്ത് ഏതെങ്കിലും തരത്തിൽ പ്രതിരോധിക്കാനുള്ള ഒരു സംവിധാന കാര്യങ്ങൾ ഒരുക്കുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ട് എന്ത് ചെയ്തു? ചുറ്റിക്കറങ്ങിയിട്ട് അവിടെ ബോംബ് സ്ഫോടനം നടത്തി. ബോംബ് സ്ഫോടനം നടത്തി എന്ന് പറഞ്ഞാൽ 90 സെക്കൻഡാണ് ആകെ നടത്തിയത്. അതോടുകൂടി അത് നിലം പരിശായി. സദ്ദാം ഹുസൈൻ്റെ ആണവ റിയാക്ടറുമായിട്ട് ബന്ധപ്പെട്ട കാര്യം നിലം പരിശാക്കപ്പെട്ടു എന്നുള്ളതാണ്. അപ്പോൾ ഇസ്രായേലിൻ്റെ ഈ വിമാനങ്ങൾ അപ്പാടെ തന്നെ ഈ സംഭവം നടത്തിയിട്ട് തിരിച്ചു പോവുകയും ചെയ്തു. UN പതിവ് പോലെ ശക്തമായിട്ട് അപലപിച്ചു. ആ അപലപനീയം അല്ലാതെ മറ്റൊന്നും ഉണ്ടായിട്ടില്ല. സദ്ദാം ഹുസൈന് ആ സമയത്ത് തിരിച്ചടിക്കാൻ യാതൊരു തരത്തിലും സാധിക്കില്ലായിരുന്നു. കാര്യം സൈന്യം, വിമാനത്താവളം, ആയുധങ്ങൾ എന്നിവയെല്ലാം ഇറാനെതിരെ ഏകോപിപ്പിച്ചുകൊണ്ട് ഇറാനെതിരെ യുദ്ധം നടത്തുന്ന ഒരു മുഹൂർത്ത ഘട്ടത്തിലാണ് ഇസ്രായേൽ ആക്രമിച്ചത്. അവസരം നോക്കി നിൽക്കുകയായിരുന്നു കുറുക്കനെ പോലെ. അങ്ങനെ അവസരത്തിൽ കയറി അവർ ആക്രമിച്ചു എന്ന് ചുരുക്കം. മാത്രമല്ല, തിരിച്ചടിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യം പറയുന്നത് ഇങ്ങനെയാണ്. ബാഗ്ദാദിൽ നിന്ന് ഇസ്രായേലിലേക്ക് ഏകദേശം 8050 മുതൽ 1000 കിലോമീറ്റർ വരെ ദൂരമുണ്ട്. ഈ 3 രാജ്യങ്ങൾ ചാടിക്കടന്നു പോകണം അവിടെ എത്താൻ. അത് വലിയ ശ്രമകരമായിരിക്കുന്ന കാര്യമാണ് എന്ന് മാത്രമല്ല, ദീർഘദൂര വിമാനങ്ങളോ മിസൈലുകളോ ആ കാലത്ത് 980 കാലഘട്ടത്തിൽ ഇറാഖിൻ്റെ കൈവശത്തിൽ ഇല്ലാതിരുന്നു എന്നതിനാൽ തിരിച്ചാക്രമണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം ഒന്നും ചെയ്യാൻ പറ്റാത്ത സ്ഥിതി വന്നു. ഇനി 2007 സിറിയയിലുള്ള ഈ ആണവ റിയാക്ടറിന് നേരെ ഓപ്പറേഷൻ ഓർച്ചാഡ് എന്ന് പറയുന്ന ഒരു പേരിട്ടുകൊണ്ട് അവർ ആക്രമിച്ച് തകർത്തു. ഇവിടെയൊക്കെ വരുന്ന സമയത്ത് എന്തെങ്കിലും പ്രശ്ന കാര്യങ്ങളുണ്ടാകുമോ? ഇപ്പോൾ നടക്കുന്ന സംഭവം എന്താണ്? ശക്തമായിരിക്കുന്ന യുദ്ധം നടക്കുന്നു ഇറാനും അമേരിക്കയും തമ്മിൽ. ആ സമയത്ത് സൈനികപരമായിരിക്കുന്ന ബലക്ഷയം ഉണ്ടാക്കുക എന്നുള്ളത് ഒരു അവസരമാണ്. 2 തന്ത്രം ഇതിൽ പ്രയോഗിക്കപ്പെടാൻ സാധ്യതയുണ്ട്. ഒന്ന്, നിരന്തരം ഇവരാക്രമിക്കുന്ന സമയത്ത് ഇറാൻ ആക്രമിക്കുന്ന സമയത്ത് തിരിച്ചാക്രമിക്കാനുള്ള ഒരു ബോധ്യം, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ചിന്താഗതി തീർച്ചയായിട്ടും തോന്നും. ഒരു പരിധി കഴിഞ്ഞാൽ തോന്നുമല്ലോ. അപ്പോൾ അറേബ്യൻ രാജ്യങ്ങൾ സംഘടിക്കും, അറേബ്യൻ രാജ്യങ്ങളോടൊപ്പം തുർക്കി പോലെയുള്ള രാജ്യങ്ങൾ സംഘടിക്കും. അങ്ങനെ ഇറാനെതിരെ യുദ്ധം പ്രഖ്യാപിക്കും. ഇറാനും അറേബ്യൻ രാജ്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം നടക്കുന്ന സമയത്ത് കൃത്യമായിരിക്കുന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് ഇസ്രായേലിനെ ആക്രമിക്കാൻ വേണ്ടി സാധിക്കും. മുൻപ് എങ്ങനെയാണോ ചെയ്തത് ചെയ്തതിൻ്റെ തത്തുല്യമായ രീതിയിലുള്ള ആക്രമണ രീതിയൊക്കെയാണ് ഇസ്രായേൽ കണ്ടത്. അത് അറബ് രാജ്യങ്ങൾ അവരെ ക്ഷമയോടുകൂടി അത് പൊളിച്ചെഴുതി. കാര്യം അവർ തിരിച്ചാക്രമിച്ചിരുന്നെങ്കിൽ പിന്നീട് ഒരിക്കൽ പോലും അത് യോജിക്കയില്ല എന്ന് ഉറപ്പാണ്. ഇപ്പോൾ വലിയ രീതിയിലുള്ള മാരകമായിരിക്കുന്ന യുദ്ധം ഇറാനും അറബ് രാജ്യങ്ങളും തമ്മിൽ ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലാണ്. കാരണം സൈനികപരമായിരിക്കുന്ന ഈ ആയുധപരമായിരിക്കുന്ന ബലത്തിന് ക്ഷീണം വരുന്ന സമയത്ത് ഇസ്രായേൽ കൊടുക്കും, അമേരിക്ക കൊടുക്കും. അങ്ങനെ ആകുന്ന സമയത്ത് ഇവിടെ വലിയ രൂക്ഷമായിരിക്കും യുദ്ധം നടക്കുന്ന സമയത്ത് ഇസ്രായേൽ ഫ്രീ ആവും. അവിടെ ആളുകൾ മരിക്കാതാവും, പ്രതിഷേധം ഇല്ലാതാവും, എതിർപ്പില്ലാതാവും. അങ്ങനെ യുദ്ധങ്ങൾ ഇവിടെ ആവും. അതിൻ്റെ അവസരവും സാഹചര്യങ്ങളും ഒളിഞ്ഞു നിന്ന് നോക്കിക്കൊണ്ട് അതിനനുസരിച്ച് സൈനിക ബേസ് കേന്ദ്രീകരിച്ചോ, ആയുധ ബേസ് കേന്ദ്രീകരിച്ചോ, വിമാന ബേസ് കേന്ദ്രീകരിച്ചോ ഇസ്രായേലിന് ബോംബിട്ട് തകർക്കാൻ വേണ്ടി സാധിക്കും. ഇതാണ്
യഥാർത്ഥത്തിൽ ഇസ്രായേൽ ഇവിടെ പ്രയോഗിച്ചത്. ഇപ്പോൾ അസർബൈജാനിലേക്കും തുർക്കിയിലേക്കും ആക്രമണം നടത്തിയതോടുകൂടി ആ മതിൽ കെട്ടുപൊളിഞ്ഞു. ഇതിന് പിന്നിൽ ആരോ ഉണ്ട് എന്നുള്ളത് അറബ് രാജ്യങ്ങൾക്ക് ഉറപ്പായി. പിന്നെ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒമാൻ സംസാരിക്കുകയാണ് ഇറാനോട് ഇങ്ങനെയൊക്കെയാണ് സംഭവം നടക്കുന്നത്, ശ്രദ്ധിക്കണം എന്നുള്ളത്. അത് കൃത്യമായ രീതിയിൽ പഠിച്ചതിന് ശേഷം ഇറാനും അത് ബോധ്യപ്പെട്ടു. കാരണം ഇറാൻ അറിയാം അസർബൈജാനിലേക്ക് ആക്രമിച്ചിട്ടില്ല, അമേരിക്കയുടെ റിഫൈനറി, സൗദി അറേബ്യ റിഫൈനറി ആക്രമിച്ചിട്ടില്ല, ഇങ്ങനത്തെ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ തുർക്കി ആക്രമിച്ചിട്ടില്ല, ഇവിടെ ഒന്നും ആക്രമണം തങ്ങൾ നടത്തിയിട്ടില്ല എന്നതിനാൽ ഇതിന് പിന്നാമ്പുറം പ്രവർത്തിക്കുന്ന ഇസ്രായേൽ തന്നെയാണെന്ന് ഏറെക്കുറെ മനസ്സിലായതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം അവസാനിപ്പിക്കുന്നതായിട്ട്, അറേബ്യൻ ഗൾഫ് രാജ്യത്തേക്കുള്ള ആക്രമണം അവസാനിപ്പിക്കുന്നതായിട്ട് ഔദ്യോഗികമായിട്ട് തന്നെ ഇറാൻ്റെ പ്രസിഡന്റ് മസൂദ് പെഷഷ്കിയാൻ പ്രഖ്യാപിച്ചത്.